ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ കുറേ വീഡിയോസിൽ എനിക്ക് കിട്ടിയ റിപ്പീറ്റായിട്ട് കിട്ടിയ കമൻസിനുള്ള റിപ്ലൈ ആണ് കേട്ടോ. കുറച്ച് ബ്യൂട്ടി ടിപ്സും കൂടിയാണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് റിപ്ലൈ തരാമെന്ന് കരുതി. മിക്കവർക്കും അറിയുന്നതായിരിക്കും, പലർക്കും അറിയുന്നതായിരിക്കും, എന്നറിയാത്ത കുറേ പേരുണ്ടായിരിക്കും അല്ലേ. അറിയാത്തവർക്ക് വേണ്ടി നമ്മളത് ഷെയർ ചെയ്യണ്ടേ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് കസ്തൂരി മഞ്ഞൾ സ്റ്റോർ ചെയ്യുന്ന, അരച്ചിട്ട് ഞാൻ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി 2 വലിയ ബോട്ടിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ്. 6 മാസത്തേക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിൽ നമുക്ക് മതി. അതിൽ ആഴ്ചയിൽ വല്ലപ്പോഴേക്ക് പാക്ക് ഇടുള്ളൂ എന്ന് വെച്ചാൽ ഇതുമാതിരി കണ്ടോ, കസ്തൂരി മഞ്ഞളും വെളിച്ചെണ്ണ അതുമാതിരി തന്നെ റോസ് വാട്ടർ ഒക്കെ കൂടി അരച്ച് സൂക്ഷിക്കുന്നതാണ് കേട്ടോ. ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്ത് ഞാൻ ആഡ് ചെയ്യാറുള്ളൂ. നാട്ടിലെല്ലാവരും കിട്ടും. UAE ലുലുവിൻ്റെ സ്റ്റോറുകളിലൊക്കെ കിട്ടും. ഞാൻ ഇവിടെ നിന്നാണ് ഇത് വാങ്ങിയത്, ലുലുവിൻ്റെ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതങ്ങനെ. പിന്നെ വരുന്ന ഡൗട്ടാണ് എല്ലാവർക്കും യോഗേർട്ടിൻ്റെ കാര്യം. അത് നല്ല കട്ട തൈരാണ്, അത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള കേർഡ് തന്നെയാണ് ഈ യോഗേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണമാണ് UAE കിട്ടുന്നത് അതാണ്, യോഗേർട്ടാണ്. പിന്നെ നമ്മുടെ ഫേസ് പാക്കുകൾക്കും അത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം നല്ലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസി അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ പാക്കുകളും കിട്ടേണ്ടത്. അപ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ ഇതറിയുന്ന എല്ലാവരും ഉണ്ടായിരിക്കും കേട്ടോ, മിക്കവരും ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലും കിട്ടും യോഗേർട്ട്. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. അതാണ് സംഭവം. ഇങ്ങനെ കണ്ടോ, ഇതാ കണ്ടോ, ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. നല്ല കട്ട തൈരാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഗ്രീൻ ടീനെ കുറിച്ച് ഡൗട്ട്സ് ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി കേട്ടോ. നാട്ടിലൊക്കെ വളരെയധികം കിട്ടില്ല ഇത്. അപ്പോൾ ഇതാണ് പല ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് വേറെയാണ്. ഇതൊക്കെ നല്ല ബ്രാൻഡുകൾ തന്നെയാണ്, വളരെ നല്ല ബ്രാൻഡുകളാണ്. അറിയാത്തവരുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു കുഞ്ഞു പാക്കറ്റ് ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കറ്റ് ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതുമാതിരിയുള്ളൊരു കുഞ്ഞു ബാഗ് ഉണ്ടായിരിക്കും. ഈ ബാഗ് പൊട്ടിച്ച് ഫുൾ ഇതിലുള്ളത് വളരെയധികം എമൗണ്ട് ഒന്നുമില്ല, വളരെ കുറച്ചുള്ളൂ കണ്ടോ. ഇത് നമുക്ക് ആ പാക്കിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നല്ലപോലെ സോക്കായി കിട്ടും. ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഗ്രീൻ ടീ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇതെന്ന് പറയുന്നത് ഫെർമെൻറ്റഡ് അല്ലാത്ത ടീ ലീവ്സ് ആണ്. നമ്മുടെ തേയിലയാണ് ഫെർമെൻറ്റഡ് അല്ലാത്തത്. ഓക്കെ. അപ്പോൾ തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഗ്രീൻ ടീ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കുറേ കമൻസ് എനിക്ക് കിട്ടിയതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തത്. പിന്നെ വിക്സിൻ്റെ വീഡിയോയിൽ ഇട്ടിരുന്ന ഡ്രസ്സൊന്ന് ഫുള്ളായിട്ട് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സിസ്റ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് കരുതി. അതങ്ങനെ തന്നെയാണ്, വേറൊരു മാറ്റമില്ല. അതായത് ഇങ്ങനെ ഇരിക്കുന്നു. അടി ഇങ്ങനെ പ്ലെയിനാണ് കണ്ടോ, ഇങ്ങനെ പ്ലെയിനാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ അനാർക്കലി മോഡൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്, അല്ലാണ്ട് ഇത് റെഡിമെയ്ഡ് അല്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ, ഞാൻ കുറേ നാച്ചുറലായിട്ടുള്ള കുറേ ഫെയർനെസ് പാക്കുകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ എഫക്റ്റീവാണ്. ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ നാച്ചുറൽ അല്ല, അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. പിന്നെ ഈ വെളുത്ത് സായിപ്പാകുന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഒരു നിറം അത് നല്ല ഗ്ലോവിങ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പാക്കുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആക്നിക്ക് കുറേ പേര് സൊല്യൂഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിമ്പിൾസിന്. എനിക്കും ധാരാളം പിമ്പിൾസ് വരാറുണ്ട്. അത് നമ്മൾ നാച്ചുറൽ റെമഡീസ് ആണ് ചെയ്യുന്നതെങ്കിൽ കുറേ ദിവസം എടുത്തിട്ട് തന്നെയാണ് അത് മാറി കിട്ടുള്ളൂ. പെട്ടെന്നൊന്നും മാറി കിട്ടില്ല. അപ്പോൾ നാട്ടിൽ നമുക്ക് കുറേയേറെ ഗുണങ്ങളുള്ള സംഭവങ്ങളാണ്. നമ്മുടെ തുളസി, അതുപോലെ കക്കിണ വേപ്പിലയില്ലേ, ആര്യവേപ്പ്, നീം, അത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലീവ്സ് ഇതിന് ഭയങ്കര നല്ലതാണ്. ആക്നിയും പിമ്പിളൊക്കെ ഉണ്ടെങ്കിൽ അത് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക, എന്നിട്ട് ഹണി ആയിട്ട് മിക്സ് ചെയ്തിട്ട് പിമ്പിളുള്ള ഏരിയകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഞാൻ നാട്ടിലുള്ളപ്പോൾ അങ്ങനെ ചെയ്യാറ്, തുളസിയുടെ ഇലയാണ് ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെയൊന്നും അത് കിട്ടില്ല. നമ്മൾ ഏത് പാക്കാണെങ്കിലും, ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ളതാണെങ്കിലും എന്താണെങ്കിലും ഈ ഫെയർനെസ് പാക്കുകളുണ്ടല്ലോ, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആകും ആ പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ടൈമുകളിൽ പാക്ക് റിമൂവ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം എന്തായാലും നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ എൻ്റെ എല്ലാ പാക്കും ഇട്ട് കഴിഞ്ഞിട്ട് അതിന് ശേഷം അലോവേര ജെൽ ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള അലോവേര ജെല്ലാണെങ്കിലും കുഴപ്പമില്ല. ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. എന്തായാലും എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ഓയിലെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓയിലി സ്കിൻകാർക്ക് പറ്റില്ല,
ബാക്കിയുള്ളവർ എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർ അങ്ങനെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ വെള്ളം ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ മിനിമം കുടിക്കണം. അപ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോവിങ് ആയി ഒരുവിധം സ്കിൻ പ്രോബ്ലംസ് ഒക്കെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നല്ല പോലെ വെള്ളം കുടിക്കണം. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചതാണ് ആക്നിക്കുള്ള റെമഡി ഈ പിഗ്മെൻറ്റേഷൻ. നീം ലീവ്സ് വളരെ നല്ലതാണ് പിഗ്മെൻറ്റേഷന്. നമ്മുടെ കക്കിണ വേപ്പിൻ്റെ ഇലയിൽ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഈ പിഗ്മെൻറ്റേഷനുള്ള ഏരിയയിൽ അപ്ലൈ ചെയ്യുക. പൊട്ടറ്റോ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഈ പിമ്പിൾസ് വന്നു പോയ പാടുകൾ മാറാനും നല്ലതാണ്. ഈ തുളസിയും ഹണിയും ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മിക്സ് ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ പെട്ടെന്നൊന്നും റിസൾട്ട് പ്രതീക്ഷിക്കല്ലേ. പിന്നെ എന്നോട് ചോദിച്ചത് പെട്ടെന്ന് വെളുക്കാൻ എന്തെങ്കിലും റെമഡീസ് ഉണ്ടോയെന്ന്. പെട്ടെന്ന് വെളുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ റെമഡീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും പെട്ടെന്നൊന്നും വെളുക്കില്ല, ഒരു ഗ്ലോ കിട്ടും. പിന്നെ ആ നിറം ഇങ്ങനെ നമുക്ക് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ സൺ ടാൻ പറ്റാതെ നോക്കണം. ഓക്കെ, പിന്നെ എന്താ ചെയ്യണമെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി ഇപ്പോൾ ഭയങ്കര ജോലി തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തക്കാളിയുടെ ഒരു പകുതി ഭാഗം എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ, നെക്കിൽ, കൈകളിൽ, കാലിൽ ഒക്കെ നല്ലപോലെ റബ്ബ് ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം കുളിക്കുക. അത് വളരെ നല്ലതാണ്. അങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു പകുതി ടൊമാറ്റോ എടുത്തിട്ട് ഡെയിലി ചെയ്യുകയാണെങ്കിൽ സ്കിൻ നല്ല ഗ്ലോവിങ് ആയിട്ടിരിക്കും. അതുമാത്രമല്ല ആക്നീനെ ചെറുക്കാനും പിഗ്മെൻറ്റേഷൻ അല്ല സ്പോട്ട്സ് ഉണ്ടല്ലോ, ഡാർക്ക് സ്പോട്ട്സ് പോകാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ അത്. പിന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോവിങ് ആയിട്ട് ഇരിക്കാൻ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറുപയർ പൊടി ഉണ്ടല്ലോ, ചെറുപയർ പൊടി അല്ലെങ്കിൽ ചുവന്ന പയറിൻ്റെ പൊടിയായാലും മതി. രണ്ടും വളരെ നല്ലതാണ്. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്. ചില സമയത്ത് സെപ്പറേറ്റ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ചുവന്ന പയറിൻ്റെ പൊടി അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടി വളരെയധികം നല്ലതാണ്. അത് ലെമൺ ജ്യൂസൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഡെയിലി കുളിക്കുന്നതിന് മുന്നേ ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയാണെങ്കിൽ ഒരു 50 മിനിറ്റ്സിന് ശേഷം കുളിക്കുകയാണെങ്കിൽ വളരെ നല്ല എഫക്റ്റ് ആയിരിക്കും. ഞാൻ മിക്ക ദിവസവും ഡെയിലി ബോഡി വാഷ് ചെയ്യുന്നത് ചെറുപയർ പൊടി കൊണ്ടാണ്, സോപ്പ് ഉപയോഗിക്കാറില്ല. ചില ദിവസങ്ങളിൽ ഞാൻ ലെമണും കൂടി ആഡ് ചെയ്യും, നല്ല ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി നല്ല ഗ്ലോവിങ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് എന്താണെങ്കിൽ കുറേ പേര് ചോദിച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ, കുറേ പാക്കുകളൊക്കെ. അപ്പോൾ ഈ പാക്കുകളൊക്കെ ഇട്ടിരുത്താൻ കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് അങ്ങനത്തെ പാക്കൊന്നും ഉപയോഗിക്കേണ്ട. നിങ്ങൾ കുഞ്ഞു കുട്ടികൾക്ക് നാൽപ്പാമര പൊടിയില്ലേ, നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് കിട്ടും. അത് പാലും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. ഞങ്ങൾ ചെറുതിലൊക്കെ അമ്മ ചെയ്യുന്നതാണ്, അമ്മ ഞങ്ങൾക്ക് ചെയ്തു തരാറുള്ളതാണ്. വളരെ നല്ലതാണ്. വെയിലത്തേക്കൊന്നും വിടരുത് അത് പരട്ടിയിട്ട്. അങ്ങനെ ഫുൾ പരട്ടി 1 മണിക്കൂറിന് ശേഷം കുട്ടികളെ കുളിപ്പിച്ചാൽ മതി. വളരെ നല്ലതാണ് കേട്ടോ, ഭയങ്കര എഫക്റ്റീവാണ്. എനിക്കിവിടെ അത് കിട്ടാനില്ല. നമ്മുടെ നാട്ടിലുള്ള ആയുർവേദ ഷോപ്പുകളിലൊക്കെ അത് കിട്ടും കേട്ടോ. വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരുപോലെ അത് പരീക്ഷിച്ച് നോക്കാം, വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ എനിക്ക് അവസാനം പറയാനുള്ളത്, ഞാൻ വിക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതാണ്. എനിക്ക് ഇത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയ വേറെ ഒന്നുമില്ല ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട്. അത്രയധികം ഹെയർ ലോസ് കുറഞ്ഞു. ദിവസം എൻ്റെ ഹെയർ ഇപ്പോൾ കൊഴിയണത് ഒരു 20 എണ്ണോ അല്ലെങ്കിൽ 10ൽ കൂടുതലൊന്നും മിക്ക ദിവസം കൊഴിയാറില്ല. അത്രയ്ക്ക് അതിശയായിപ്പോയി എനിക്ക്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ റിസൾട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഒരു 2 വീക്കിൽ കിട്ടിയ റിസൾട്ടാണ്. മിക്കവർക്കും അതുമാതിരി റിസൾട്ട് കിട്ടിയിട്ട് അവർ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വളരെയധികം നന്ദിയുണ്ട്. പറയാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്. തീരെ മര്യാദയില്ലാത്ത തരത്തിൽ കുറേ കമൻറ്റ്സ് ഉണ്ട്. എല്ലാവരും പറയുന്നതല്ല, എൻ്റെ കൂടുതൽ വ്യൂസും വളരെയധികം സപ്പോർട്ടീവാണ്. അവർക്കത് ആ ഒരു ടോപ്പിക്കിനോട് യോജിപ്പില്ലെങ്കിൽ കൂടിയും അവർ വളരെ മര്യാദയായിട്ടാണ് കുറേ സഹോദരിമാരും കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർമാർ അങ്ങനെ പറയുന്നുണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവരോടൊക്കെ ഭയങ്കര ബഹുമാനം തോന്നും നമുക്ക്. അത്രയും നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ തീരെ ഭയങ്കര വൃത്തികേടായിട്ട് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വേണ്ട, ഞാനത് മാറ്റാണ്. ആ വീഡിയോ ഞാൻ മാറ്റും. ഇപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഒരാഴ്ചയിൽ നിങ്ങൾ കൂടിപ്പോയാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 3 തവണ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഞാൻ അങ്ങനെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഇപ്പോൾ 3 തവണ യൂസ് ചെയ്തിട്ട് നിർത്തുകയാണെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാകില്ല. നിങ്ങൾ നിർത്തിക്കോളൂ, നിങ്ങൾ ആരും യൂസ് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളും യൂസ് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കുറേ സ്പാം കമൻറ്റ്സ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ആരും യൂസ് ചെയ്യേണ്ട കേട്ടോ. ഒരു കുഴപ്പമുണ്ടാവില്ല നിർത്തിക്കഴിഞ്ഞാലും. ഇനി ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും അന്വേഷിച്ച് ആരും വരണ്ട. എനിക്കതിലൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കതിന് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ നെറ്റിയിലും കഴുത്തിലും പനിക്കും ജലദോഷത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാൻ തുടർന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ആരും യൂസ് ചെയ്യേണ്ട. എൻ്റെ വീഡിയോ കണ്ടിട്ട്
യൂസ് ചെയ്യുന്നു പറയുന്ന ആരും യൂസ് ചെയ്യേണ്ട. ഞാൻ ദേഷ്യപ്പെടുത്താൻ പറയുന്നതല്ല, നിങ്ങൾ തീരുമാനിക്കാം. ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും യൂസ് ചെയ്യേണ്ട. ചിലർ ചോദിക്കുന്നുണ്ട് ഞാൻ റിസ്ക് എടുക്കുക, എന്തെങ്കിലും പറ്റിയായിരുന്നു. നിങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അതിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കാൾപ്പിൽ മുറിവുണ്ടെങ്കിൽ പറ്റില്ല. എന്ന് വെച്ചാൽ കാംഫർ ഓയിലിന് കോൺസെൻട്രേറ്റഡ് ഓയിലാണ്. അപ്പോൾ അതിന് വീര്യം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കാൾപ്പിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങിച്ചെന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഡോക്ടർമാർ പലരും വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഡോക്ടർമാർക്ക് അറിയാലോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഭയങ്കര ഹെയർ ലോസ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ചലഞ്ച് ചെയ്യാം. ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്താലോ? ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ചലഞ്ച് എടുത്തു കഴിഞ്ഞാൽ മിക്കവരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഡെയിലി ചെയ്യാറുള്ള ഒരു ഹെയർ കെയർ റുട്ടീൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 10 പേരെങ്കിലും ചലഞ്ചിനുണ്ടെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. നല്ല പോലെ കൊണ്ടുപോകാം. ഇപ്പോൾ പെട്ടയാകാൻ പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് സ്കാൾപ്പൊക്കെ കണ്ടു തുടങ്ങുന്ന ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഒക്കെ ഇത് ചെയ്യാം കേട്ടോ. ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. പറയുന്ന പോലെ ഒക്കെ ചെയ്താൽ മതി. ഓക്കെ, ഒരു ചലഞ്ച് ആകുമ്പോൾ നമ്മൾ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ആ വിക്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ മാറ്റാൻ പോവാണ്. അതിനെപ്പറ്റി ഇനി യാതൊരു കമൻറ്റും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഒരു കാര്യം ചോദിക്കരുത്, വിക്സിനെ പറ്റി, വിക്സിൻ്റെ വീഡിയോ പറ്റിയോ ഒന്നും കമൻറ്റ്സ് പറയരുത്. ഇനി ഞാനതിനൊന്നിനും റിപ്ലൈ തരില്ല കേട്ടോ. എനിക്ക് ഉറക്കം പോലും ഉണ്ടായിട്ടില്ല ഈ വീഡിയോ ഇട്ട പിന്നെ. എപ്പോഴും ഒരുമാതിരി കമൻറ്റ്സ് ആയിരുന്നു. ഓക്കെ, എല്ലാവരും അല്ലാട്ടോ പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ചലഞ്ചിനുള്ളവർ താഴെ എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ. 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് തുടങ്ങാം. ഓക്കെ, ബൈ.